എന്നോട് ചോദിക്കുക ജാസി എന്താണ് ജാസ് സർജറി ചെയ്ത് ഞങ്ങൾ കാണണം, ഞങ്ങൾ കാണിച്ചു കൊടുത്തു. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും അത് ഞാൻ അറിഞ്ഞില്ല. സത്യം ഞാൻ കള്ളം പറഞ്ഞില്ല കേട്ടോ. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. അവർ മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണല്ലേ. ആ കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയും. നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പേടിക്കുന്നേ? ഇപ്പൊ നേരിൽ കണ്ടു. ഞാൻ പറഞ്ഞില്ല ഒരു പന്നപ്ലാനാന്ന്, അതങ്ങ് പാളി. അതിന്റെ അപ്പുറത്ത് നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയി കളിക്കിട്ട തരത്ത് പോയിട്ട്. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ ഉണക്ക് മോളെ. ഈ പരപ്പൂറോട് ഞാൻ പറഞ്ഞതാണ് എന്റെ ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്റെ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു വീട്ടിൽ അങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. പട്ടി കഴിവേറടാ മോളെ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തിയിടുന്ന ദുഷ്ടജീവി. നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. വാളെടുത്ത എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ച് കാണേണ്ട ആവശ്യം നിനക്കില്ല. ഞാൻ പെട്ടു ഇല്ലേ? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ധൈര്യത്തിൽ പറ, ഒരാളല്ല നീ, ഒരു പെണ്ണും അല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടിലില്ലാത്ത നായിയാണ് നീ. കൊണ്ടമാരെ രണ്ടും കൂടി വന്ന് മേടിച്ചിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരൻ. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ ഒന്ന് ജനിച്ച് പറ്റിട്ട് എന്നിട്ട് എന്താ ഹെലൻ എന്തോ പൊക്കി കാണിച്ചു കൊടുത്തു, എന്തോ പറഞ്ഞല്ലേ? നീ വീഡിയോ കോളൊക്കെ ഓഫ് ചെയ്തിട്ട് അവനോട് നേരിട്ട് വരാൻ പറഞ്ഞിട്ട് കുറച്ച് മുളക് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. മറ്റവന്റെ പൊക്കി കാണിച്ചു കൊടുക്കുക. എന്താ ഇവന്റെ ഒക്കെ ഒരു അവസ്ഥ? അല്ല അവന് ഇതൊന്നും ഒരു ഇതായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മുണ്ട് പൊക്കി കാണിക്കുക. അത് കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.